ഇപ്പോൾ കോട്ടയം ലോക്സഭാ സീറ്റിൽ ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഉന്നതാധികാര സമിതി നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരും. കോൺഗ്രസിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് ഫ്രാൻസിസ് ജോർജിന്റെ പേരിലേക്ക് എത്തിയത്. ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, പല പേരുകളും വന്നിരുന്നു, പക്ഷേ ഏറ്റവും ഒടുവിൽ ഫ്രാൻസിസ് ജോർജിലേക്ക് അത് ഒരു ഐകകണ്ഠേന എത്തുകയാണോ കേരള കോൺഗ്രസ്? തീർച്ചയായും തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലേക്ക് കേരള കോൺഗ്രസ് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മറ്റു പല മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കണമെന്നും ജോസഫ് ഗ്രൂപ്പ് കരുതുന്നു. അതുകൊണ്ടാണ് നാളെ തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതി യോഗം വിളിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ഉന്നതാധികാര സമിതിയിലാണ് ഇത്തരം ചർച്ചകൾ നടത്തേണ്ടതെന്നാണ് കേരള കോൺഗ്രസിന്റെ ഭരണഘടന പറയുന്നത്. അതുപ്രകാരമാണ് നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിരിക്കുന്നത്. നാളത്തെ പ്രത്യേകത, നാളെ UDFന്റെ ഉഭയകക്ഷി ചർച്ചയുമുണ്ട്. ഈ ഉഭയകക്ഷി ചർച്ചയോടെ ആയിരിക്കും അന്തിമമായി സീറ്റുകൾ ആർക്കൊക്കെ എന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകുക. എന്തായാലും നാളെ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ നൽകാം എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രകാരമാണ് നാളെ വൈകുന്നേരം തന്നെ ജോസഫ് ഗ്രൂപ്പ് ഉന്നതാധികാര സമിതി യോഗം വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളത്തെ യോഗത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകില്ല. അതൊരു ഔദ്യോഗികമായി ഭരണഘടനാപരമായി ചേരുന്ന യോഗം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നാളത്തെ യോഗം PJ ജോസഫിനെ സ്ഥാനാർത്ഥി നിർണയത്തിനായി ചുമതലപ്പെടുത്തും. സ്വാഭാവികമായും നാളെ തന്നെ ഇതിനകം തന്നെ PJ ജോസഫ് പലരുമായും ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ എതിർപ്പുള്ള പലരുമായും ആശയവിനിമയം പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തുടരുകയുമാണ്. എന്തായാലും അങ്ങനെ വന്നാൽ ഏറ്റവും അടുത്ത ദിവസം, ഒരുപക്ഷെ മറ്റന്നാളോ അതിനടുത്ത ദിവസമോ ഏറ്റവും അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന കൃത്യമായ വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. അതായത് ഫ്രാൻസിസ് ജോർജിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഫ്രാൻസിസ് ജോർജിലേക്ക് ഉറപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഉയർന്നു വന്നത് കോൺഗ്രസിന്റെ നിർദ്ദേശം തന്നെയാണ്. കാരണം കോട്ടയം സീറ്റ് തിരിച്ചു പിടിക്കുക. തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് ആ പാർട്ടി തന്നെ കാലുമാറിപ്പോയി എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി വീണ്ടും വരുന്നു. ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം. അതിന് ഏറ്റവും ശക്തനായ, കേരള കോൺഗ്രസിന് സീറ്റ് നൽകുകയാണെങ്കിൽ അവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന നിലപാട് കോൺഗ്രസ് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ പേര് നിർദ്ദേശിച്ചത്. മാത്രവുമല്ല, സഭകളും ഫ്രാൻസിസ് ജോർജിന്റെ പേരിലേക്ക് എത്തിയിരുന്നു. പ്രിൻസ് ലൂക്കോസ് അടക്കമുള്ളവരോടും സഭകൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ എല്ലാം കൂടെ നിർദ്ദേശം വന്നതോടുകൂടിയാണ് ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലേക്ക് എത്തുന്നത്. എന്തായാലും ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം, അതിൻ്റെ സംഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. ശ്രീജിത്ത്, ഈ ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലേക്ക് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എത്തുകയാണെങ്കിൽ രണ്ട് കാര്യം. ഒന്ന്, ഇപ്പോൾ സഭയുടെ ഒരു സഭാ നേതൃത്വങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടെന്ന് പറയുന്നു. അതിൽ പ്രത്യേകിച്ചും കോട്ടയം മണ്ഡലം ഈ ക്രിസ്ത്യൻ സഭകൾക്ക് വളരെ സ്വാധീനമുള്ള, അത് വിവിധ സഭകൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ പിന്തുണ അത് സഭകൾ എത്രത്തോളം ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ള കാര്യമുണ്ട്. രണ്ട്, ഈ കോട്ടയത്ത് അത്രമാത്രം സജീവമായിരുന്നോ ഫ്രാൻസിസ് ജോർജ്? കോട്ടയത്ത് നിറഞ്ഞു നിന്ന ഒരു നേതാവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഫ്രാൻസിസ് ജോർജിന്റെ തട്ടകം സ്വാഭാവികമായും ഇടുക്കി തന്നെ ആയിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കോട്ടയത്ത് നിറഞ്ഞു നിൽക്കുന്നതിൽ പിന്നെ പേരുകൾ പറയാൻ കഴിയുന്നത് മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫിനോട് മത്സരിക്കുന്നോ എന്ന് കോൺഗ്രസ് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് അറിയിക്കുകയായിരുന്നു. PJ ജോസഫിന് കഴിഞ്ഞ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തോടും മത്സരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷെ PJ ജോസഫും പിൻവാങ്ങി. അങ്ങനെയാണ് പിന്നീട് ഈ പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ്, ഇപ്പോൾ PC തോമസിനെ എടുത്താലും അതല്ല അപ്പുറത്ത് MP ജോസഫിനെ എടുത്താലും ഒന്നും അവർ കോട്ടയത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളല്ല. പക്ഷെ PC തോമസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിപാടികളിൽ പങ്കെടുത്തു പോകുന്ന ആൾ തന്നെയാണ് PC തോമസ്. പക്ഷെ PC തോമസിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ തവണ തൊട്ട് മുൻപത്തെ ഇലക്ഷനിൽ ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള് എന്നുള്ളത് തന്നെയാണ്. അതാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുകയും കോൺഗ്രസിന് അങ്ങനെ പൂർണ്ണ തൃപ്തി PC തോമസിനോട് വരാതെ നിൽക്കുന്ന സാഹചര്യവും വന്നത്. മാത്രവുമല്ല, മുൻപും പല മുന്നണികൾ LDFന്റെയും
മുൻപ് UDF-ന്റെയും പിന്നീട് BJP-യുടെ കേരളത്തിലെ എല്ലാ മുന്നണികളിലും പരീക്ഷണം നടത്തിയ ആൾ കൂടിയാണ് PC തോമസ് എന്നതും ഇത്തവണത്തെ ഒരു തീപാറുന്ന പോരാട്ടത്തിന് അതൊരു വെല്ലുവിളിയാകും എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലേക്ക് എത്തുന്നത്. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തും പരിചിതൻ തന്നെയാണ്. നമുക്കറിയാം, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് ഫ്രാൻസിസ് ജോർജ്. കോട്ടയത്ത് സജീവമായി നിന്ന് പ്രവർത്തിക്കുക എന്നതിനപ്പുറം ഈ മേഖലയിൽ പരിചിതനായ ഒരാളെ കൂടി അവതരിപ്പിക്കുക, സഭകളുടെ പിന്തുണയുണ്ടാകുക, കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണയുണ്ടാകുക. കാരണം കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ഈ മേഖലയിൽ സംഘടനാപരമായി താഴെ തട്ടുവരെ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയും കോൺഗ്രസിനെ പരിഗണിക്കാതെ കേരള കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അങ്ങനെ കൂടിയാണ് ഈ ഒരു പേരിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും നാളെ ഉന്നതാധികാര സമിതി ഒരുപക്ഷെ മറ്റന്നാളോ അതിന്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലോ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഫ്രാൻസിസ് ജോർജ്